അതെ, ബിഗ് ബോസ് മലയാളം സീസൺ 5 11ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ 10 പേരുമായി മുന്നോട്ടു പോകുന്ന ബിഗ് ബോസ് ഹൗസിലെ ഈ ആഴ്ച നോമിനേഷനിലാണ് ക്യാപ്റ്റനായ സെറീന തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഒരാളെ നേരിട്ട് നോമിനേഷനിലേക്ക് ഇട്ടത്. സെറീന ഉൾപ്പെടെ നോമിനേഷനിൽ ഉള്ളവർ അഖിൽ മാരാർ, റെനീഷ, ഷിജു, റിനോഷ് എന്നിവർ ഉള്ളപ്പോൾ തന്റെ സ്ഥാനം നിലനിർത്തുന്ന തന്ത്രപരമായ ഒരു തീരുമാനം തന്നെയാണ് സെറീന എടുത്തിരിക്കുന്നത്. നോമിനേഷൻ ഇല്ലാതെയിരുന്ന ശോഭ, വിഷ്ണു, ജുനൈസ്, നാദിറ, മിഥുൻ എന്നിവരിൽ താരതമ്യേന മോശം എന്ന് പറയാവുന്നത് മിഥുൻ തന്നെയാണ്. ബാക്കി ആരെ നോമിനേറ്റ് ചെയ്താലും സെറീന എന്ന കണ്ടസ്റ്റന്റിന് സേഫ് ആകില്ല. അതിനാൽ തന്നെ മിഥുൻ വരുമ്പോൾ കൂടെ റിനോഷ്, ഷിജു എന്നിവർ കൂടെ നിലനിൽക്കുമ്പോൾ ബിഗ് ബോസ് ഹൗസിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ സെറീനയ്ക്ക് തന്നെയാണ് മുൻതൂക്കം ഉള്ളതിൽ. ശക്തനായ ഒരു മത്സരാർത്ഥിയെ നോമിനേഷനിൽ ഇട്ടുകൊടുക്കാതെ ഏറ്റവും വീക്കായ ഒരു മത്സരാർത്ഥിയെ നോമിനേഷനിലേക്ക് ഇട്ട് തന്റെ റിസ്ക് ഫാക്ടർ നല്ലതുപോലെ കുറയ്ക്കുന്ന ഒരു ഗെയിമാണ് സെറീന കാഴ്ചവെച്ചത്. എന്തായാലും പ്രേക്ഷകർ കാത്തിരുന്നതുപോലെ സേഫ് ഗെയിം കളിച്ചു പോരുന്നവർ ഒരു കുടക്കീഴിൽ എത്തി എന്ന് പറയുന്ന പോലെയാണ് ഈ ആഴ്ച നോമിനേഷൻ. പ്രേക്ഷകർ അത് വേണ്ട വിധം വിനിയോഗിക്കുക. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.